ഹായ് ഗീസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യലി പറഞ്ഞ 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയാണ്. നമ്മുടെ സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കേക്കാണ് കേട്ടോ. അതും നമ്മുടെ അളവ് കപ്പൊന്നും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ്സോളം മൈദ ഇട്ട് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, അതുപോലെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കും വേണം. അപ്പോൾ ഒരു 3 പ്രാവശ്യമോളം നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്താൽ ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെക്കാം. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം. ടിന്നിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കാം. അതിനുശേഷം ബട്ടർ പേപ്പർ അതിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലും കുറച്ചുകൂടി ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് സൈഡിലൂടെയും ഗ്രീസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അലുമിനിയം പാത്രം അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുക്കറൊക്കെ എടുക്കാം. എന്നിട്ട് ഗ്യാസിലോട്ട് വെക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഒന്ന് ചൂടാക്കി വരുമ്പോഴേക്കും ഒരു ബൗൾ എടുത്തിട്ട് 2 മുട്ട ഒഴിച്ചെടുക്കാം. അപ്പോൾ 1/2 kg കേക്കിനാണ് 2 മുട്ട ഒഴിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾ 1 kg ഉണ്ടാക്കുമ്പോൾ അതിന് ഡബിൾ മുട്ടയൊക്കെ എടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇനി അതുപോലെ തന്നെ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലെ മിക്സി ഉണ്ടല്ലോ, മിക്സിയുടെ ജാറിൽ ഇതേ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. എന്നാലും നമുക്ക് നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ കേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മുട്ട പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ശേഷം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ചേർത്തി കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഷോപ്പിൽ പോയിട്ടൊക്കെ കാശ് എടുത്തിട്ട് ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പകരം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ നമ്മളെ കുട്ടികളെ ബർത്ത്ഡേക്ക് ആയാലും അതുപോലെ നമ്മളെ ആനിവേഴ്സറി ആയാലും അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഫസ്റ്റ് ഒന്നും ഇങ്ങനെ കേക്കൊക്കെ അധികം നമ്മളിങ്ങനെ മേടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് സംഭവം സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊക്കെ മിക്സായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഈ ബ്ലേഡൊക്കെ കഴുകിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. നമുക്ക് ക്രീം ഉണ്ടാക്കാനുള്ളതല്ലേ, അപ്പോൾ തണുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് സ്റ്റിഫായി കിട്ടും. ഇനി നമുക്ക് കുറച്ചിച്ച് നമ്മുടെ മിക്സാക്കിയ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ചിച്ച് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇളച്ചൂട് പാൽ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചോട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. ചേർത്തിയാൽ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും നമ്മുടെ കേക്കിന്. ലാസ്റ്റായി നമ്മളെ ബാറ്റർ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വിസ്കൊക്കെ മാറ്റി കൊടുക്കാം. ശേഷം നമ്മുടെ ബാറ്റർ നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ എയർ ബബിൾസൊക്കെ ഉണ്ടായിരിക്കും നന്നായിട്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ടോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നാലുള്ളൂ നമ്മുടെ എയർ ബബിൾസുകളൊക്കെ ഒന്ന് പോകുള്ളൂ, നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഓവൻ അടിപൊളിയായിട്ട് സെറ്റപ്പായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പതുക്കെ ഇറക്കി കൊടുക്കാം.
ശേഷം നമുക്ക് അടച്ചു വെക്കാം. 30 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാട്ടോ ഒരു 30 മിനിറ്റോളം കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ തുറന്ന് നോക്കിയപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള സ്പോഞ്ചായിട്ട് ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകമൊക്കെ ഒന്ന് വെന്തുക്കണം നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം, അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ തന്നെ നമ്മുടെ കേക്ക് സെറ്റായി ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. ഞാൻ തന്നെ ഇങ്ങനെ റെഡിയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ സംഭവം ഉഷാറായിക്കണ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കാനുണ്ട്. അപ്പോൾ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മുകളിൽ നമ്മളിങ്ങനെ പൊങ്ങി വന്നതുകൊണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത കത്തി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു കത്തിയൊന്നും മേടിച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതാട്ടോ ശരിക്കും തന്നെ നമുക്ക് റെഡിയായി കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാട്ടോ 3 ലെയർ ഇതാ അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്നും അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കിതാ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1/4 കപ്പ് പഞ്ചസാര എടുക്കാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സായി ശേഷം നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഫില്ലിങ്സിന് നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചോക്ലേറ്റുകൾ എടുക്കാം കേട്ടോ, അതും ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 3 ലെയറും ഇതാ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഷുഗർ സിറപ്പ് നമുക്ക് ഓരോന്നിലായിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കേക്കിൻ്റെ മുകളിലൊക്കെ നമ്മൾ കുറച്ച് ഡിസൈൻ ചെയ്യൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. 1 ഗ്ലാസ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസും കൂടി എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ താഴത്ത് കുറച്ച് തണുത്ത വെള്ളമോ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും നമുക്ക് ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ നമ്മുടെ പാത്രം ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ക്രീമിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും നന്നായിട്ട് തന്നെ സ്റ്റിഫായി വരും. അപ്പോൾ നമ്മുടെ ക്രീം അടിപൊളിയായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇങ്ങനെ പാത്രം നമ്മൾ കമഴ്ത്തി പിടിച്ചാലും താഴത്ത് പോകത്തില്ല. അപ്പോൾ ഈ രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ ക്രീമായി വരിക. ഇനി നമുക്ക് കേക്ക് ബോർഡ് വെക്കാം. അപ്പോൾ ഈ കേക്കൊക്കെ ഇവിടെ ആദ്യം ഞാൻ വാങ്ങി വെച്ചതിൻ്റെ ബോർഡാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നടുവിൽ നമുക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച ലെയർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ താഴ്ത്തി വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. ഇതേ സ്റ്റെപ്പിൽ നമ്മൾ 3 ലെയറും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ബാക്കി വന്ന ഷുഗർ സിറപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതും ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഒന്നും ഇതിങ്ങനെ ഈ ഷുഗർ സിറപ്പ് ഇങ്ങനെ കുറേ മുന്നേ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ആ ക്രീം ഉണ്ടാക്കുന്ന ടൈമിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതിന് സെക്കൻഡ് ലെയറും ഇതാ ഫുള്ളായിട്ട് നമ്മൾ ചെറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ ലെയറും കൂടി വെച്ചിട്ട് നമ്മുടെ കേക്കിൽ നമുക്ക് മുഴുവനായിട്ട് നമ്മളെ ക്രീം അത് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ച് ക്രീം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് കളറിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊരു ഫ്ലവറൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ഓരോരുത്തരുടെ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയ വെച്ചിട്ട് ഫ്ലവറോ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ താഴത്ത് കുറച്ചൊരു ഗ്രീൻ കളറിൽ കൊടുത്തിട്ട് ജസ്റ്റ് കുട്ടികളെ നമ്മളൊരു ചീർപ്പ് പോലെയുള്ള സംഭവം ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മുകളിൽ അതുപോലെ ഞാൻ ഈ ഗ്രീൻ കളർ വെച്ചിട്ട് ചെറിയൊരു ഫ്ലവറും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് പോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾക്ക് പലർക്കും പല രീതി ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ചെറിയൊരു ഡപ്പേൻ്റെ അടപ്പാണ്, അതിനൊന്ന് നടുകിൽ വെച്ചിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ക്രീമൊക്കെ തേച്ച് നമുക്ക് അതിൽ ചെറിയ അങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ഷേപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് റൗണ്ടിൽ കിട്ടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു പേരൊക്കെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ ഒരു ഇങ്ങനെ റൗണ്ടായി കിട്ടും. പിന്നെ ചെറിയൊരു
ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനും പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി നമ്മുടെ പേര് എഴുതി ഇതാ അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് നമ്മുടെ കേക്ക് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ കേക്ക്? ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അറിയുക. ഈ ഒരു കേക്കിൻ്റെ റേറ്റ് തന്നെ ഇപ്പോൾ ഒരു 300 സംതിങ് ഒരു 400ഓളം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ ഏത് സാധാരണക്കാർക്കും നമുക്ക് ഇതാ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതാ ഇതുപോലൊരു കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ എനിക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.